രാഹുൽ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ ഞാനൊരു റീല് കാണുകയുണ്ടായി. അതിനകത്ത് ഒരു പ്രസംഗവേദിയിൽ സംസാരിക്കുന്നത് നമ്മുടെ ഡിവൈഫൈയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം LS ലിജു എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് എന്നെ കോൾമയിർ കൊള്ളിച്ചത്. അദ്ദേഹം പറയുകയാണ്, സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ അടങ്ങിയിരുന്നതല്ല, കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലൊരു സർക്കാരായിരുന്നു ഇവിടെ ഉണ്ടായി. ഓ മനോഹരം. കേട്ടപ്പോ തന്നെ രോമാഞ്ചമൊക്കെ പോയിട്ട്. സിംഗപ്പൂർ പോലെയായിരുന്നു എന്നാണ് നമ്മുടെ പിണറായി സഖാവ് പറഞ്ഞത്. യൂറോപ്യൻ രാജ്യങ്ങൾ പോലെ, സിംഗപ്പൂർ പോലെ, അങ്ങനെയൊക്കെ. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം PSCയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് SFI DYFI ഇപ്പൊ പ്രധാനമായിട്ട് ഉന്നയിച്ച് തുടങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലം അവരുടെ ആശയങ്ങൾക്കൊപ്പം ചലിച്ചൊരു സർക്കാർ അങ്ങോട്ട് മാറിയതും ഈ 2 മാസം കൊണ്ട് VD സതീശൻ സർക്കാർ എനിക്കൊന്ന് മുൻകാല പ്രാബല്യത്തോടെ പഴയ പരീക്ഷകളിൽ പോലും മാറ്റം വരുത്തി പലർക്കും നിയമനം പോലും കൊടുത്തിരിക്കുന്നു. എന്തൊരു അക്രമമാണ് ഇത്! വെള്ളരിക്കപ്പെടണോ? എല്ലാവർക്കും ജോലി കൊടുക്കാൻ പഴയ ഞങ്ങളുടെ സർക്കാരിന്റെ കാലഘട്ടം ഒന്ന് എടുത്തു വെച്ചു. ഇപ്പോ PSC വഴിയാണ് KSRTCയിൽ ജോലി കൊടുത്തോണ്ടേ. ഒരു മനുഷ്യനെ ഞങ്ങൾ ജോലി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഒരാളെ കാണിച്ച ലൈഫ്. ആലോചിച്ചോക്ക്. പിന്നെ ഞങ്ങളുടെ സഖാക്കന്മാർക്ക് അല്ലാതെ ഞങ്ങൾ വേറെ ആർക്കാ ജോലി കൊടുക്കണ്ടേ? ഈ വെറുതെ പരീക്ഷ എഴുതുന്നതിനൊക്കെ എന്തിനാ വെറുതെ ജോലി കൊടുക്കേണ്ട ആവശ്യം എന്താണ്? അതെ, അവരൊക്കെ കൊടി പിടിച്ചായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ജോലി കിട്ടത്തില്ല. കൊടി പിടിക്കാത്ത, രാഷ്ട്രീയ ബോധമില്ലാത്ത ഇവരൊക്കെ PSC പരീക്ഷ എഴുതിയിട്ട് എന്തുണ്ടാക്കാനാ? അതുകൊണ്ടാണ് ഞങ്ങളുടെ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ PSC വഴി ഇപ്പോ അന്വേഷണമൊക്കെ നടന്നല്ലോ. 99 PSC പരീക്ഷകൾ ഞങ്ങൾ അട്ടിമറിച്ചു എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ അട്ടിമറിച്ചതല്ല, അത് അടിസ്ഥാനരഹിതം. അതെ, അട്ടിമറിച്ചതൊന്നുമല്ല. പ്രിയപ്പെട്ട സഖാക്കൾക്ക് ജോലി വേണ്ടേ? വേറെ ആര് ജോലി കൊടുക്കും? ഞങ്ങളല്ലാതെ പിന്നെ ആര്? അതാണ് അവരുടെ ടാഗ്ലൈൻ. ഞങ്ങളുടെ സഖാക്കൾക്ക് ജോലി കൊടുക്കാൻ ഞങ്ങളല്ലാതെ പിന്നെ ആര്? പക്ഷെ ഒരു കാര്യമുണ്ട് രാഹുൽ, ഇത്രയും ഈ പറഞ്ഞ ജോലി കൊടുത്ത ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ജോലി കിട്ടുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും കേക്കോ ഇപ്പൊ ഒരു വീട്ടിൽ ഒരാൾക്ക് ജോലി കിട്ടുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വീട്ടുകാർക്ക് എല്ലാവർക്കും എനിക്ക് എന്റെ മോന് ജോലി മേടിച്ചു കൊടുത്ത പാർട്ടി, ആ പാർട്ടിക്ക് ഇരിക്കട്ടെ ഒരു വോട്ട് എന്ന് പറഞ്ഞ് ഇവരെല്ലാരും കൂടെ ഒന്ന് വോട്ട് ചെയ്തായിരുന്നെങ്കിൽ ഈ 35 സീറ്റിലേക്കൊക്കെ ഒതുങ്ങുമായിരുന്നോ? അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോ ഞങ്ങളല്ലാതെ മറ്റാര് എന്ന് പറയുന്നത് പോലെ ഇപ്പുറത്തെ വഴിയില് സഖാക്കന്മാർക്കും ജോലി കൊടുക്കാൻ VD സതീശൻ ആണോ എന്നൊരു ചോദ്യം ഇടയ്ക്ക് വന്നിരുന്നു. എന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദങ്ങളാണ്. SFI ആയിരുന്ന ഒരു പെൺകുട്ടിക്ക് ജോലി കൊടുത്തതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളുടെ സഖാക്കൾക്ക് ഞങ്ങൾ ജോലി കൊടുത്തു. ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്രയും വലിയ കേസുകളൊക്കെ VD സതീശൻ കൊണ്ടുവരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞങ്ങളുടെ സഖാക്കൾക്ക് ജോലി കൊടുത്തതിന് നിങ്ങൾക്ക് എന്താ കോൺഗ്രസ്? പക്ഷേ ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഞാനൊരു അരമണിക്കൂറെങ്കിലും ഇത് വായിച്ച് ചിരിച്ചിട്ടുണ്ടാവും. എനിക്കത് ഒരുവിധം സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്ന എല്ലാവരും ചെയ്യാറുള്ളതാണ്. അതോ ഞാൻ ഇനി സ്ട്രെയിഞ്ച് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കമന്റ് ബോക്സ് വായിച്ച് ചിരിക്കുക. അതിനകത്ത് പലരും ചോദിക്കുന്നു, ഉളുപ്പുണ്ടോ സഖാവേന്ന്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് PSC പരീക്ഷയെ അട്ടിമറിച്ചുകൊണ്ട്, അതായത് ജോലികൾ പരമാവധി കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിരുന്നു. കാരണം എല്ലാവരും കൂടെ സർക്കാർ ജോലി ചെയ്തിട്ട് ഈ നാടിനെ ആര് സംരക്ഷിക്കും? തൊഴിലാളി വർഗമായി നിൽക്കാൻ അല്ലെങ്കിൽ അടിസ്ഥാന തൊഴിലുകൾ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ? അതെ, അത് മാത്രമല്ല, എന്തിനാണ് എല്ലാവരും കൂടെ സർക്കാർ ജോലി ചെയ്തിട്ട്? ഈ നാടിനെ വലിയ രീതിയിൽ വളർത്തിയെടുക്കണമെങ്കിൽ നമുക്ക് എന്താണ്, അല്ലാത്ത തൊഴിൽ മേഖലകളൊക്കെ വേണ്ടേ? ചുമ്മാ എല്ലാവരും കൂടെ സർക്കാർ ജോലി എന്ന് പറഞ്ഞ് തള്ളുമ്പോൾ ഞങ്ങളുടെ സഖാക്കൾക്ക് ഞങ്ങൾ എന്ത് ജോലി കൊടുക്കും? പുറത്ത് ജോലി കൊടുക്കാനില്ല. അപ്പോഴാണ് അകത്ത് ഞങ്ങൾക്ക് ജോലി വേണം എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒരു പറ്റ ആളുകൾ വരുന്നത്. അവിടെയാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ സഖാക്കൾക്ക് ജോലി കൊടുത്തു. പക്ഷെ അത് VD സതീശൻ അധികാരത്തിൽ വന്നപ്പോൾ ഓരോ ടീമിനെയൊക്കെ വെച്ച് അന്വേഷിച്ച് കണ്ടെത്തുന്നു. എന്താണ്, 1ാം റാങ്കിൽ എങ്ങനെയാണ് എത്തിയത്? 1ാം റാങ്കിൽ എങ്ങനെയാണ് എത്തിയത്? ഞങ്ങൾ ഒരു 10 ചോദ്യ പേപ്പർ. PSCയുടെ 1ാം റാങ്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശിവരഞ്ജിത്തിന്റെ മുഖമാണ്. അത് പഴയ കഥയാണെങ്കിലും ഇപ്പോഴും ഇന്നലെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, ജയിലിലിരുന്ന് പരീക്ഷ എഴുതി മാർക്ക് 0, അങ്ങനെ പറഞ്ഞെന്തോ വാർത്തയുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോ എനിക്കൊന്നൊക്കെ മലയാളികൾ ആദ്യം എഴുതിയപ്പോ 1ാം റാങ്ക്, ഇപ്പൊ എഴുതുമ്പോ 0 മാർക്ക് എന്നൊക്കെ. ഈ 1ാം റാങ്ക് വന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. 10 ചോദ്യങ്ങൾ. ഇപ്പോ സഖാവ് പരീക്ഷ എഴുതിയാണ്, സഖാവിന് 10 ചോദ്യങ്ങൾ തെറ്റി. അതുകൊണ്ടെന്താണ് PSC 10 ചോദ്യം മൊത്തത്തിൽ ഒഴിവാക്കി. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ സഖാവിന് വേണ്ടിയിട്ട് ഒഴിവാക്കി. ഇത് അന്വേഷിച്ച് ചെന്നപ്പോഴല്ലേ മനസ്സിലായത്
ഈ സഖാവിന് ആ 10 ചോദ്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ സഖാവിന് 1-ാം റാങ്ക് കിട്ടും. ആ സഖാവിന് 1-ാം റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് PSC പോലും ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളുടെ വലയ്ക്കുള്ളിലാക്കിയതെന്ന് ഓർക്കണം. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി അടുത്തുള്ള സ്ട്രെയിൻ, ഞങ്ങളുടെ പാർട്ടി സഖാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു മനുഷ്യരായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന സഖാവ്. ആ സഖാവ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു സഖാവ് ഉള്ളപ്പോൾ ഞങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിന് സമരം ചെയ്യുന്നത്? അതെ. പക്ഷെ ഇപ്പോൾ സമരം ചെയ്യുമ്പോൾ ഇതുപോലെ ആൾക്കാർ താഴെ കമന്റ് ബോക്സുകളിലും നേരിട്ടും ഒക്കെ ഉണ്ടോന്ന് ചോദിക്കുന്നില്ല, ഇല്ലാന്നറിയാം എന്ന് പറയുന്നത് പോലെയാണ് ഈ ഉളുപ്പിന്റെ കഥ പറയുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഈ പറഞ്ഞ അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾക്കൊപ്പം പോയി എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ജോലി ഞങ്ങൾ കൊടുത്തല്ലോ എന്ന് പറഞ്ഞാലും, ഈ പുറം രാജ്യങ്ങളിലേക്ക് പോയ കുട്ടികളുടെ എണ്ണം കണക്കിലെടുത്താൽ മാത്രം മനസ്സിലാകും എത്രത്തോളം ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു എന്ന്. ലൈക്ക് ജോക്സ് അപ്പാർട്ട്, ഇതിന്റെ യാഥാസ്ഥിതിക വശം നോക്കുകയാണെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് ഒരു സ്റ്റേജിൽ പോയി നിന്ന് ഇങ്ങനെ പറയാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, സ്വന്തം പാർട്ടി ഉൾപ്പെടുന്ന മുന്നണി ഭരിക്കുന്ന ഒരു കാലത്ത് ഞങ്ങളുടെ വാ മൂടപ്പെട്ടിരുന്നു. ഇത് തന്നെയാണ് ഈ പറഞ്ഞ സത്യം എന്ന് പറയുന്നത്. ഇവർക്ക് വാ തുറക്കാൻ ഭയമായിരുന്നു, അല്ലെങ്കിൽ സ്വന്തം എനിക്ക് വേണ്ടപ്പെട്ട അദ്ദേഹം തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സഖാവ് പിണറായി വിജയൻ ഉണ്ടായിരുന്നു. എന്താണ് ഞങ്ങളുടെ താല്പര്യങ്ങൾ? ഞങ്ങൾക്ക് ഇങ്ങനെ അടിയുണ്ട്, അതത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി നടക്കണം, ജീവിക്കാൻ കാശ് വേണം, സംവിധാനങ്ങൾ വേണം, ഒരു സർക്കാർ ജോലിയും വേണം. അതെ, ഇപ്പൊ ഈ പറഞ്ഞ അതുകൊണ്ട് ഇവർ മിണ്ടാതിരുന്നു. അപ്പോൾ ഈ മൗനം മാറ്റിവെച്ച് മറ്റൊരു മുന്നണി ഭരിക്കാൻ വരുമ്പോൾ അവിടെ വന്ന് നിന്ന് പണ്ട് ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു എന്ന് വിടുവായത്തം പറയാൻ എവിടെയാണ് ഈ ധൈര്യം ഉണ്ടാകുന്നത്? ഇത് വിഴുങ്ങാൻ കഴിയുന്ന മനുഷ്യർ ഇപ്പോഴും ഈ കേരളത്തിൽ ജീവിക്കുന്നുണ്ടോ? എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള സംശയമാണ്. ഇപ്പോൾ ഞാനോ രാഹുലോ ആണെങ്കിൽ പോലും പറയാൻ പോകുന്നത് തെറ്റാണ്, 100% തെറ്റാണ് എന്നുള്ള ഉറപ്പുള്ള ഒരു കാര്യം നമുക്ക് ഈ പറഞ്ഞ 100% കോൺഫിഡൻസിൽ കയറി എന്ന് പറയാൻ പറ്റില്ല. മേഘയ്ക്ക് ഇതുവരെ ഈ പാർട്ടിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. ഈ പാർട്ടിക്ക് ചില സംഘടനാ സംവിധാനങ്ങളുണ്ട്. ഈ പാർട്ടിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഈ പാർട്ടിയിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. എന്താണ്, ധാർഷ്ട്യമുള്ള ആളുകളുണ്ട്, ബുദ്ധിജീവികളായിട്ടുള്ള ആളുകളുണ്ട്, ആളുകളോട് ചിരിച്ച് സംസാരിക്കുന്ന കുറച്ച് ആളുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു പാർട്ടിയിൽ വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണുള്ളത്. ഞങ്ങളെല്ലാം ആശയം എന്താണ്? വലിയ സാമ്രാജ്യത്വ വിപ്ലവം നടത്തി ഈ നാടിനെ സംരക്ഷിക്കുക. അതാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം എന്ന് പറയുന്നത്. ഞങ്ങൾ ആ വിപ്ലവത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഭരണമൊന്നും ഞങ്ങളുടെ ഹിസ്റ്ററിയിലേ ഇല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ 100ാമത്തെ ലക്ഷ്യമാണ്. ഞങ്ങൾ 1ാമത്തെ ലക്ഷ്യത്തിൽ പോലും ഭരിക്കുക എന്ന് പറയുന്നതില്ല, 2ാമത്തെ ലക്ഷ്യത്തിൽ ഭരണമില്ല. എല്ലാം ഞങ്ങൾക്ക് പോരാട്ടമാണ്. 1ാമത് പോരാടുക, 2ാമത് പോരാടുക, 100ാമതും പോരാടുക. ഇനി ഒരു ലക്ഷത്തിൽ വല്ല ആഗ്രഹങ്ങളായിരിക്കും ഞങ്ങൾക്ക് ഭരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഭരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ സഖാക്കൾക്ക് ജോലി വേണമല്ലോ. ഇനി സായുധ വിപ്ലവം നടത്തണമെങ്കിൽ കാശ് വേണം. അപ്പൊ എന്ത് ചെയ്യണം? ഞങ്ങൾ വിപ്ലവങ്ങളൊക്കെ ഇങ്ങനെ ക്യാമ്പസുകളാണ് ആദ്യത്തെ വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ ഏതെങ്കിലും KSUക്കാരും കൂടി സംഘടനാ പ്രവർത്തനം വന്നു കഴിഞ്ഞാൽ അവനെ അടിച്ചോടിച്ചിട്ട് ആ ക്യാമ്പസ് ഞങ്ങൾ കൈക്കലാക്കുക. അവിടെ ഞങ്ങൾ വർഷങ്ങളോളം, ഇപ്പോൾ 10, 30, 40 വയസ്സ് വരെ പഠിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ ജീവിക്കുക. അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ക്യാമ്പസിൽ നിന്നും കല്യാണമൊക്കെ കഴിച്ച് പുതിയൊരു ജീവിതം തുടങ്ങണമല്ലോ. അപ്പോൾ ജീവിതം തുടങ്ങുമ്പോൾ ജീവിക്കാൻ ജോലി വേണം. അപ്പോൾ ഞങ്ങളുടെ സഖാക്കന്മാർ ഞങ്ങൾക്കൊരു സർക്കാർ ജോലി ഞങ്ങൾക്ക് തരുന്നു. അങ്ങനെ സാമ്രാജ്യത്വ വിപ്ലവം നടത്താൻ വേണ്ടിയിട്ട് എല്ലാ പിന്തുണയും കൊടുക്കുന്ന ഒരു പാർട്ടിയായിരുന്നു ഞങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ പാർട്ടിയെ കൂടുതൽ മനസ്സിലാക്കുക, ഞങ്ങളുടെ താത്വിക ചിന്തകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക, ഞങ്ങളുടെ താത്വിക ആചാര്യന്മാർ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാക്കിയെടുക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്. ഭാഷയില്ല, അത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയല്ല. ഞങ്ങളുടെ ഗോവിന്ദ മാഷും അത് പി രാജീവും അതേപോലുള്ള ആളുകൾ പറയുന്ന ഭാഷകൾ മനസ്സിലാക്കാനുള്ള ശേഷി അങ്ങ് ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ അങ്ങക്ക് ഈ പാർട്ടിയെ പറ്റി ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഇവര് പറയുന്ന ആദ്യം മനസ്സിലാക്കുക. മനസ്സിലാവാത്ത ആളുകൾ ഈ പാർട്ടിയെ വിമർശിക്കാൻ വരരുത്. അപ്പോൾ അങ്ങനെ സായുധ വിപ്ലവങ്ങൾ നടത്തിയാണ് ഞങ്ങള്. PSC പോലും ഒരു സായുധ വിപ്ലവമായിരുന്നു. എങ്ങനെ ഇവിടെ സാധാരണപ്പെട്ട മനുഷ്യർക്ക് ജോലി കൊടുക്കാം എന്ന ലക്ഷ്യത്തിൽ നിന്നുമാണ് സായുധ വിപ്ലവത്തിലൂടെ പഠിക്കാൻ പോലും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിക്കണ്ട, ജോലി ഞങ്ങൾ തരാം, പക്ഷെ 2 കയ്യിൽ 2 ചുവന്ന കുടി പിടിക്കണം എന്നുള്ളൊരു. ഒന്ന് ആലോചിച്ചു, സായുധ വിപ്ലവം നടത്തി ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ നിൽക്കുന്ന ഞങ്ങളുടെ സഖാക്കൾ പോരാട്ടിക്കൊണ്ടിരിക്കുകയാണ്. തെരുവിലും ക്യാമ്പസുകളിലും അവിടെ ഇവിടെ എല്ലാം ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആ പോരാട്ടത്തിന് ശേഷം എന്താണ്, ഒരു ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സായുധ വിപ്ലവം നടത്തി PSC ഞങ്ങളുടെ വലയ്ക്കുള്ളിലാക്കിയത്.
അതെ. എന്നിട്ട് ഇപ്പോ സ്വാതന്ത്ര്യ സമരം പോലൊരു പോരാട്ടമായിരുന്നു. അതാണ് ഈ മാധ്യമങ്ങൾ മനസ്സിലാകാതെ പോകുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പോ ഇനി പോരാടുകയാണ്. ഇനി ഈ 5 കൊല്ലക്കാലം നിങ്ങൾ കണ്ടിട്ടില്ലാത്ത മുറകൾ നിങ്ങൾ കാണേണ്ടി വരും. പുതിയ പുതിയ സമരങ്ങൾ. അതാണ് അത് വി ഡി സതീശൻ സർക്കാർ ചെളിവെള്ളം തെറിപ്പിച്ചാലും കാര്യമൊന്നുമില്ല. അതിന്റെ മുന്നിൽ ചങ്കും വിരിച്ചു നിന്ന് നേരിടാൻ തന്നെയാണ്. ഇനി എത്ര അടി കൊണ്ടു കഴിഞ്ഞാലും സായുധ വിപ്ലവം നടത്തിയിട്ട് ഇനി 5 കൊല്ലം കൊണ്ട് ഞങ്ങൾ കാണാത്ത സമരങ്ങൾ വി ഡി സതീശൻ. അതെ, 100 വർഷം കഴിഞ്ഞ് വേണമെങ്കിൽ ചരിത്ര പുസ്തകങ്ങളുടെ താളുകൾ മറച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാം, അതിൽ തങ്കലിപികളിൽ എഴുതിയിട്ടുണ്ടാകും SFIയുടെ പോരാട്ടം. അതെ.